So same story ആണ് ഇവിടെ പറയുന്നത്. So initially എന്താണ് the double positive thymocytes that express the TCR-CD3 complex and survive thymic selection develop into immature single positive CD4 thymocyte or CD8 thymocyte. Okay, ഈ സെല്ല് ഇപ്പോൾ എന്താണ് they are capable of interacting with antigen but they are having the MHC restriction. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു MHCയിൽ പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ അത് എക്സ്പ്രസ് ചെയ്യുള്ളൂ. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ദേ ആർ സെൽഫ് ടോളറൻറ്റ്, നമ്മുടെ സെല്ലിനെതിരെ അത് റിയാക്ട് ചെയ്യൂല. ഓക്കെ, ഈ രണ്ട് കപ്പാസിറ്റിയുള്ള സെല്ലാണ് അതിന് ശേഷം ഡെവലപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു വരുന്ന ടി സെല്ലിൽ അപ്രോക്സിമേറ്റ്ലി 98% അണ്ടർഗോ സെൽ ഡെത്ത്. ഇങ്ങനെയല്ല, ടോട്ടൽ സിന്തസൈസ് ചെയ്യുന്ന, ടോട്ടൽ ഡെവലപ്പ് ചെയ്യുന്ന തൈമസിനകത്ത് സിന്തസൈസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവിടേക്ക് എത്തിയിട്ട് ഡെവലപ്മെൻറ്റ് നടക്കുന്ന സെല്ലിൻ്റെ കൂട്ടത്തിൽ 98% ടി സെൽസും എന്ത് ചെയ്യും? ദേ അണ്ടർഗോ സെൽ ഡെത്ത്. ഓക്കെ, നിങ്ങൾ ഓർക്കണം. അതായത് വരുന്ന സെല്ലിൽ നമ്മൾ ഇന്നലെ ബി സെല്ലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, ഉണ്ടാവുന്നതിൽ ആകെ 10% സർക്കുലേഷനിലേക്ക് വരുന്നത്. അതിൻ്റെ 10% മാത്രമാണ് ഫർദർ പ്രോസസ്സിങ് നടക്കുന്നത് അല്ലേ? അപ്പോൾ വളരെ ചെറിയ പെർസെൻറ്റേജ് ആണ് ഫൈനൽ സ്റ്റേജ് വരെ ഇത് റൺ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെയാണ്, ഉണ്ടാവുന്നതിൻ്റെ 2% മാത്രമാണ് സർവൈവ് ചെയ്യുന്നത് തൈമസിനകത്ത്. ഓക്കെ, അതിൻ്റെ കാരണം ഇതാണ്, ദേ ഫെയിൽ ടു പ്രൊഡ്യൂസ് എ പ്രൊഡക്റ്റീവ് ടി സെൽ റിസപ്റ്റർ ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ദേ ഫെയിൽ ഇൻ ദ സെലക്ഷൻ പ്രോസസ്സ്. നമ്മുടെ പോസിറ്റീവ് സെലക്ഷനിലോ നെഗറ്റീവ് സെലക്ഷനിലോ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ പ്രോസസ്സിൽ എന്തെങ്കിലും ചെറിയ ഡിഫക്റ്റ് ഉണ്ടായാൽ, നമ്മൾ ഇന്നലെ പറഞ്ഞ ബി സെല്ലിൻ്റെയോ ഇന്ന് പറഞ്ഞ ടി സെല്ലിൻ്റെയോ സെലക്ഷനിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായാൽ അത്തരം ആളുകളിലാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അസുഖം ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ്, നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പം അത്തരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇതിലുള്ള ഫെയിലിയറാണ്. അതായത് ടോളറൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അസുഖം ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ ഈ സെലക്ഷൻ ഒന്ന് ഫെയിൽ ആവുന്നു എന്ന് വിചാരിക്കുക, ഒന്ന് ഇമാജിൻ ചെയ്യും. അതായത് നമ്മുടെ സെല്ലിനെതിരെ റിയാക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഈ സെല്ലിനെ എലിമിനേറ്റ് ചെയ്യണം, അതാണ് നെഗറ്റീവ് സെലക്ഷൻ. ആ നെഗറ്റീവ് സെലക്ഷൻ പ്രോപ്പറായിട്ട് നടന്നില്ല എന്ന് വിചാരിച്ചോ, അപ്പോൾ എന്താ സംഭവിക്കുക? ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്ന ടി സെല്ല് ഏതിനെതിരെ റിയാക്ട് ചെയ്യും? നമ്മുടെ തന്നെ സെല്ലിനെതിരെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ റിയാക്ട് ചെയ്താൽ നമ്മുടെ തന്നെ ഓർഗൻസ്, നമ്മുടെ ടിഷ്യൂസിനെയൊക്കെ അറ്റാക്ക് ചെയ്യും. ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യുകയും അതിനെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യും. സോ ദാറ്റ് വിൽ ക്രിയേറ്റ് സീരിയസ് ക്ലിനിക്കൽ കോംപ്ലിക്കേഷൻസ്. ഫൈൻ. ഇനി ഇതൊക്കെ നമുക്കറിയാം. ദേ ഇൻറ്ററാക്ട് വിത്ത് ആൻറ്റിജൻ ആഫ്റ്റർ ദ കംപ്ലീറ്റ് പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ്. They are released into the blood. Then from there they migrate into the peripheral sites where they interact with antigen, but they need MHC, right? And also this MHC has to be presented, or the antigen to be presented on the MHC which is present on the APC or ASC, altered cells, right? Then there is a ratio here. സാധാരണ ഈ CD4 ഉം CD8 സിന്തസൈസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ സിന്തസൈസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് CD4 ആണ് കൂടുതൽ ഉണ്ടാവുക. ഹെൽപ്പർ സെല്ലാണ് കൂടുതൽ സിന്തസൈസ്. 2:1 റേഷ്യോയിലാണ് അതിൻ്റെ സിന്തസിസ് നടക്കുന്നത്. ഓക്കെ, CD4+ 2-ലും CD8 1 ആണ് അതിൻ്റെ റേഷ്യോ. 2:1 ആണ് റേഷ്യോ. എന്ന് വെച്ചാൽ റെഗുലേറ്ററി സെൽസ് ആണ്. ഹെൽപ്പർ സെല്ലാണ് റെഗുലേഷൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ സെൻട്രൽ റോൾ ചെയ്യുന്നത് ഹെൽപ്പർ സെല്ലാണ്. ആ സെല്ലാണ് ഏറ്റവും കൂടുതൽ സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദെൻ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടി സെല്ല് ദ ഇൻറ്ററാക്ട് വിത്ത് MHC, APC ഇൻറ്ററാക്ഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഒരു ഇൻറ്റേർണൽ പ്രോസസ്സാണ് ഇനി. ദ ഫോളോയിങ് സിഗ്നൽസ് ആർ ജനറേറ്റഡ് ഫോർ ദ ഇൻഡക്ഷൻ ഓഫ് ദ നെർവ് സെൽസ് ഫ്രം ദ G0 സ്റ്റേജ് ടു പ്രൊസീഡ് ടു ദ നെക്സ്റ്റ് സ്റ്റേജസ് ഓഫ് സെൽ സൈക്കിൾ ആൻഡ് ഗോ ഫോർ ആക്ടിവേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു ആൻറ്റിജനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ, നമ്മൾ ഇന്നലെയും പറഞ്ഞു, അത് ബി സെല്ലിൻ്റെ കേസിലും ആൻറ്റിജനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ദേ നീഡ് 2 സിഗ്നൽസ്. അതിൽ ഒന്നാമത്തെ സിഗ്നൽ ബി സെൽ റിസപ്റ്ററും ആൻറ്റിജനും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ. രണ്ടാമത്തെ സിഗ്നൽ എന്തായിരുന്നു? സിഗ്നൽ അല്ലെങ്കിൽ സ്റ്റിമുലേറ്ററി സിഗ്നൽ ആയിരുന്നു. ഇന്നലെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിമിലർലി ഇവിടെയും നമുക്ക് എന്തുണ്ട്? ദർ ആർ സെർട്ടൻ സിഗ്നൽസ് റിക്വയർഡ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ സിഗ്നൽസ് ആണ്, എന്തൊക്കെയാണ് ഇതിനാവശ്യമുള്ള ആക്ടിവേഷൻ സിഗ്നൽസ് എന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് എന്താണ്? ദ പ്രൈമറി റെസ്പോൺസ് സിഗ്നൽ ത്രൂ ദ ഇൻറ്ററാക്ഷൻ ഓഫ് TCR-CD3, ഈ കോംപ്ലക്സും MHC ആൻറ്റിജൻ, ഇതും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ. അതായത് TCR-CD3യും MHC ആൻറ്റിജനും തമ്മിൽ എന്ത് ചെയ്യണം?
they need to interact. Okay, so ഇത് T സെല്ലിൻ്റെ മുകളിലുള്ള റിസപ്റ്ററാണ്, ആൻഡ് ദിസ് വൺ ഈസ് പ്രസൻറ്റ് ഓൺ ദ APC. ഓക്കെ, APCൻ്റെയോ ASൻ്റെയോ മുകളിലാണ്, അല്ലേ, ഒന്നുകിൽ APCൻ്റെ മുകളിൽ അല്ലെങ്കിൽ ASൻ്റെ മുകളിലാണ് എന്തുണ്ടാവുക, ആൻറ്റിജൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവുക MHCയുടെ മുകളിൽ. അപ്പോൾ ഇതും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ ആണ് ഒന്നാമത്തെ സിഗ്നൽ. ദാറ്റ് ഈസ് കോൾഡ് പ്രൈമറി റെസ്പോൺസ് സിഗ്നൽ ഓർ പ്രൈമറി സിഗ്നൽ എന്ന് പറയാം. ഓക്കെ, ദെൻ രണ്ടാമത്തെ കേസ് എന്താണ്, ദർ ഈസ് എ റിക്വയർമെൻറ്റ് ഫോർ എ co-stimulatory signal, ജസ്റ്റ് ലൈക്ക് ഇൻ കേസ് ഓഫ് B cell. ഇവിടെയും എന്ത് വേണം, co-stimulatory signal ആവശ്യമുണ്ട്. ഓക്കെ, ദെൻ ഈ co-stimulatory signal ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഇസ് ത്രൂ ദ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ B7 ഫാമിലി റിസപ്റ്റേഴ്സ് ഓൺ APC ഓർ ASC. B7 ഫാമിലി റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന കുറേ റിസപ്റ്റേഴ്സ് ഉണ്ട്, B7 ഫാമിലിയിൽ വരുന്ന കുറേ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസപ്റ്റേഴ്സ് ഉള്ളത് എവിടെയാണ്, APCയുടെ മുകളിലോ അല്ലെങ്കിൽ ASCയുടെ മുകളിലോ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള B7 റിസപ്റ്ററും T സെല്ലിൻ്റെ മുകളിലുള്ള CD28 റിസപ്റ്ററും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുക എന്ന് വെച്ചാൽ B7ഉം CD28ഉം തമ്മിലാണ് രണ്ടാമത്തെ ഇൻട്രാക്ഷൻ. ഇതാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, co-stimulatory സിഗ്നൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ രണ്ട് സിഗ്നലായി, ഒന്ന് പ്രൈമറി സിഗ്നൽ ബിറ്റ്വീൻ ദ T സെൽ റിസപ്റ്റർ ആൻഡ് ദ ആൻറ്റിജൻ. ഓക്കെ, T സെൽ റിസപ്റ്ററും ആൻറ്റിജനും തമ്മിലാണ് ഫസ്റ്റ് ഇൻട്രാക്ഷൻ, അതാണ് ഫസ്റ്റ് റെസ്പോൺസ് അല്ലെങ്കിൽ പ്രൈമറി സിഗ്നൽ. രണ്ടാമത്തെ സിഗ്നൽ അല്ലെങ്കിൽ സെക്കൻഡറി സിഗ്നൽ ഓർ co-stimulatory സിഗ്നൽ എന്ന് പറയുന്നത് CD28ഉം B7 റിസപ്റ്ററും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഒരു സിഗ്നൽ ആവശ്യമുള്ളത് interleukin 2 റിസപ്റ്റർ ഓൺ ദ സർഫേസ് ഓഫ് T സെൽ. T സെല്ലിൻ്റെ മുകളിൽ ദർ ഇസ് എ റിസപ്റ്റർ കോൾഡ് interleukin 2. ഓക്കെ, ഈ interleukin 2 ഷുഡ് ബി എൻഗേജ്ഡ്. interleukin 2ൻ്റെ മുകളിൽ interleukin വന്ന് ബൈൻഡ് ചെയ്താൽ മാത്രമേ T സെല്ലിൻ്റെ ഫർദർ പ്രൊപ്പഗേഷൻ ഡിഫറൻസിയേഷൻ ഒക്കെ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള സിഗ്നൽസ് ആണ് T സെല്ലിന് ആൻറ്റിജൻ ഉണ്ടെങ്കിലും ഈവൻ ഇഫ് ആൻറ്റിജൻ ഈസ് പ്രസൻറ്റ് ഇൻ ദ ബോഡി, T സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഇത് ക്ലിയർ ആണോ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ. എങ്ങനെയാണ് ആക്ടിവേഷൻ നടക്കുക, പെരിഫറൽ സൈറ്റ്സിൽ നടക്കുന്ന ആക്ടിവേഷനെ കുറിച്ചാണ്. റൈറ്റ്, T സെല്ലിൽ എന്തൊക്കെ ഉണ്ടാവും, T സെൽ റിസപ്റ്റർ CD3, ദെൻ CD4 CD8 പ്ലസ് CD28, ഇത്രയും സാധനങ്ങളൊക്കെ T സെല്ലിൻ്റെ മുകളിലുള്ളതാണല്ലോ. ദെൻ APC അല്ലെങ്കിൽ ASCയുടെ മുകളിലുള്ളത് ആരൊക്കെയാണ്, ക്ലാസ് 2 MHC പ്ലസ് ആൻറ്റിജൻ ഉണ്ടാവും, B7 റിസപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതും തമ്മിലുള്ള ഇൻറ്ററാക്ഷനാണ് ഒന്നാമത്തെ സിഗ്നൽ ഉണ്ടാക്കുന്നത്, ഇതും തമ്മിലുള്ള ഇൻറ്ററാക്ഷനാണ് രണ്ടാമത്തെ സിഗ്നൽ അല്ലെങ്കിൽ co-stimulatory സിഗ്നൽ ഉണ്ടാക്കുന്നത്. സോ ഈ രണ്ട് സിഗ്നലും നമുക്ക് ആവശ്യമുണ്ട്. ഓൾറൈറ്റ്, സോ ആക്ടിവേഷൻ ഓഫ് സിഗ്നൽ പാത്വേസ് ഇൻ ദ T സെൽസ്, ഇത് നടന്നാൽ, ഈ ഇൻറ്ററാക്ഷൻ നടന്നാൽ, പ്ലസ് ഏതാണ് interleukin റിസപ്റ്ററും കൂടെ വളരണം, ഈ മൂന്ന് ഇൻറ്ററാക്ഷനും നടന്നു കഴിഞ്ഞാൽ ദാറ്റ് ലീഡ്സ് ടു ആക്ടിവേഷൻ ഓഫ് സിഗ്നൽ പാത്വേസ് ഇൻ T സെൽസ്. T സെല്ലിൻ്റെ ഉള്ളിൽ എന്ത് നടക്കും, പിന്നീട് സിഗ്നൽ ആക്ടിവേഷൻ നടക്കും. ഓക്കെ, ദെൻ അതിൻ്റെ ഭാഗമായിട്ട് റെസ്റ്റിംഗ് T സെൽസ് ആർ ആക്ടിവേറ്റഡ് ആൻഡ് എൻ്റർ ദ സെൽ സൈക്കിൾ. ഇനീഷ്യലി അത് എന്താണ്, റെസ്റ്റിംഗ് സ്റ്റേജിലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേവ് സെൽസ് എന്ന് പറയുന്നത് റെസ്റ്റിംഗ് സ്റ്റേജിലാണ്, ദേ ആർ നോട്ട് ഇൻ ദ ആക്റ്റീവ് സ്റ്റേജ്, ഡിവൈഡിങ് സ്റ്റേജിലല്ല. അപ്പോൾ ഈ സെൽസ് എന്ത് ചെയ്യും, ആൻറ്റിജനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ദേ ഹാവ് ടു ഗെറ്റ് ആക്ടിവേറ്റഡ്. സോ ദിസ് ആക്ടിവേഷൻ ഒക്കേഴ്സ് ഇൻസൈഡ്. അതിൻ്റെ ഭാഗമായിട്ട് റെസ്റ്റിംഗ് T സെൽസ് എല്ലാം എന്ത് ചെയ്യും, ആക്ടിവേറ്റഡ് സ്റ്റേജിലേക്ക് മാറും. ആൻഡ് ദേ എൻ്റർ ഇൻ ടു ദ സെൽ സൈക്കിൾ. G0യിൽ നിന്നും എന്താണ് G1ലേക്ക് അത് എൻ്റർ ചെയ്യും. ഓക്കെ, ദെൻ G1S G2M അങ്ങനെ പോകും, അതിൻ്റെ സൈക്കിളിലേക്ക് അത് എൻ്റർ ചെയ്യും. ദെൻ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവും, ദർ ഈസ് proliferation and differentiation. There will be proliferation and differentiation of these T cells. ഓക്കെ, സോ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ് ഇഫക്റ്റർ സെൽസ് ആൻഡ് മെമ്മറി സെൽസ്. proliferation ഡിഫറൻസിയേഷൻ നടക്കുമ്പോൾ നമുക്കറിയാം, proliferate ചെയ്യുക എന്ന് പറഞ്ഞാൽ there will be increase in നമ്പർ ഇൻക്രീസ് ചെയ്യും. ദെൻ ഡിഫറൻസിയേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് they differentiate into effector cells and memory cells. So proliferation means increase in number ആണ്, ഉണ്ടാവുന്ന സെൽസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ഉണ്ടാവുന്ന സെൽസിൻ്റെ അതിൻ്റെ ഡൈവേഴ്സ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സും എവിടെ നടക്കും, ഇതിനകത്ത് വെച്ചിട്ട് നടക്കുന്നത്. ഓക്കെ, പെരിഫറൽ സൈറ്റ്സിൽ വെച്ചിട്ട് നടക്കുന്നത്. ഓക്കെ, ദെൻ T സെൽ ആക്ടിവേഷൻ, ഇത് നമ്മൾ മുമ്പേ കണ്ടിട്ടുള്ളതാണ് ഈ റിസപ്റ്റർ അല്ലേ. ഓക്കെ, ക്ലിയർ അല്ലേ, അത് ഇതിൽ മനസ്സിലാവാത്തൊന്നുമില്ല, നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുള്ള അതേ സംഭവം തന്നെയാണ്, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത്രയും ഇൻറ്ററാക്ഷൻ T സെല്ലും അതിൻ്റെ ടാർഗറ്റ് സെല്ലും തമ്മിൽ നടക്കുന്നുണ്ട്. T ഹെൽപ്പർ സെല്ലാണെങ്കിൽ അവിടെ നടക്കുന്നത് CD4 സ്പെസിഫിക് ആണ്,
സൈറ്റോടോക്സിക് ആണെങ്കിൽ അവിടെ CD8 സ്പെസിഫിക്, ഇത് മാത്രമേ വേരിയേഷൻ ഉള്ളൂ. അതർവൈസ് ഓൾ ഓഫ് ദം ആർ അതർ ഇൻറ്ററാക്ഷൻസ് ആർ ഓൾമോസ്റ്റ് സെയിം അല്ലേ. മറ്റു ഇൻറ്ററാക്ഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതിൽ തന്നെ എന്താണ് യു ക്യാൻ സി ഹിയർ, ഇവിടെ ചില അഡീഷണൽ ഇൻറ്ററാക്ഷൻസ് നടക്കുന്നുണ്ട്. ഇവിടെയാണ് ഹെൽപ്പർ സെല്ലിൻ്റെ കേസിലാണ് CD28B7 ഇൻറ്ററാക്ഷൻ സ്പെസിഫിക് ആയിട്ട് നടക്കുന്നത്. ഓക്കെ, ഇവിടെയാണെങ്കിൽ എന്താണ് ഇൻസ്റ്റഡ് അവിടെ നടക്കുന്നത് CD45ഉം CD22ഉം തമ്മിലുള്ള ഇൻറ്ററാക്ഷനാണ്. T സൈറ്റോടോക്സിക് സെല്ലിനാണെങ്കിൽ CD45ഉം CD22ഉം തമ്മിലുള്ള ഇൻറ്ററാക്ഷനാണ്. ഓക്കെ, ഇവിടെ അത് കോമൺ ആണ്, ഇവിടെ ഇത് രണ്ടും കോമൺ ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഹെൽപ്പർ സെല്ലിന് സ്പെസിഫിക് ആയിട്ട് ഈ ഇൻറ്ററാക്ഷനും കൂടെ വേണം എന്നർത്ഥം. B7ഉം CD28ഉം തമ്മിലുള്ള ഇൻറ്ററാക്ഷനും കൂടെ അഡീഷണൽ ആയിട്ട് വേണ്ടതുണ്ട്. ഇവിടെ അതില്ലെങ്കിലും ഈ ആക്ടിവേഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇത് നിങ്ങൾ ഓരോ ഇൻറ്ററാക്ഷനും നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവും എന്തൊക്കെയാണ് അതിൻ്റെ ഫർദർ അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണല്ലോ. ഓക്കെ, ദെൻ അഗെയിൻ ഇത് കോസ്റ്റിമുലേറ്ററി സിഗ്നലാണ്. കോസ്റ്റിമുലേറ്ററി സിഗ്നലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. B7 ഫാമിലിയും റിസപ്റ്റേഴ്സും CD28 റിസപ്റ്റേഴ്സും തമ്മിലുള്ള ഇൻറ്ററാക്ഷനാണ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് B7ഉം CD28ഉം. ഓക്കെ, ഇതിൽ ഈ CD28ന് പകരം ഇത് പോസിറ്റീവ് സിഗ്നൽ ഉണ്ടാക്കുന്നതാണ്. അതിന് പകരം CTLA4 എന്ന് പറയുന്ന ഒരു ഇൻഹിബിറ്ററി റിസപ്റ്റർ ഉണ്ട് T സെല്ലിന് മുകളിൽ. ഇതാണ് ഇൻറ്ററാക്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ് ഡൗൺ റെഗുലേഷൻ ആയിരിക്കും നടക്കുക. ഓക്കെ, ഇൻഹിബിറ്ററി സിഗ്നലാണ് ദാറ്റ് ബ്ലോക്സ് ദ ആക്ടിവേഷൻ. ഓക്കെ, ഇനി സൈറ്റോടോക്സിക് സെല്ലിൻ്റെ കേസാണിത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ദർ ഇസ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ സെൽസ്. ഇവിടെ യു ക്യാൻ സി ഹിയർ ക്ലാസ് 1 MHC, ഇവിടെ CD8 റിസപ്റ്റർ വരുന്നു. ദെൻ കോസ്റ്റിമുലേറ്ററി സിഗ്നൽസ് ഉണ്ടാവുന്നു. ദെൻ അതിൻ്റെ ഭാഗമായിട്ട് ആക്ടിവേഷൻ നടക്കുന്നു. ഈ ആക്ടിവേഷൻ്റെ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇൻ്റർലൂക്കിൻ റിസപ്റ്റേഴ്സിൻ്റെ കാര്യം. ഇവിടെയാണ് അത് സ്പെസിഫിക് ആയിട്ട് വരുന്നത്. ഈ ഇൻ്റർലൂക്കിൻ റിസപ്റ്റർ ഷുഡ് ബി എൻഗേജ്ഡ് ബൈ ഇൻ്റർലൂക്കിൻസ്. അപ്പോൾ ഈ ഇൻ്റർലൂക്കിൻ എവിടെ നിന്നാണ് കിട്ടുക? ഈ ഇൻ്റർലൂക്കിൻസ് T ഹെൽപ്പർ സെല്ലിൽ നിന്നാണ്. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടില്ലേ T ഹെൽപ്പർ സെല്ലിൻ്റെ ഫംഗ്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. T ഹെൽപ്പർ സെൽ വിൽ ആക്ടിവേറ്റ് T സൈറ്റോടോക്സിക് സെൽ. T സൈറ്റോടോക്സിക് സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഒരു സിഗ്നൽ ഏതാണ്? ഹെൽപ്പർ സെല്ലാണ്. അതേപോലെ തന്നെ B സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിലും ഹെൽപ്പർ സെല്ലിന് റോളുണ്ട്. അപ്പോൾ ഇവിടെയാണ് ആ റോള് വരുന്നത്. അതായത് ഈ പറയപ്പെടുന്ന T സൈറ്റോടോക്സിക് സെല്ലിന് മുകളിൽ ഒരു ഇൻ്റർലൂക്കിൻ റിസപ്റ്റർ ഉണ്ട്. ഇൻ്റർലൂക്കിൻ 2 എന്ന് പറയുന്നതിന് റിസപ്റ്റർ ഉണ്ട്. ഈ റിസപ്റ്ററിൽ ഇൻ്റർലൂക്കിൻ വന്ന് ബൈൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻ്റർലൂക്കിൻ 2 വന്ന് ബൈൻഡ് ചെയ്യണം. ഇത് നടക്കണമെങ്കിൽ T ഹെൽപ്പർ സെൽ എന്ത് ചെയ്യണം? ഇൻ്റർലൂക്കിൻ 2 സെക്രീറ്റ് ചെയ്യണം. ഇത് സെക്രീറ്റ് ചെയ്യണമെങ്കിൽ T ഹെൽപ്പർ സെൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടണം. ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ദ സെയിം ആൻറ്റിജൻ ഹാസ് ടു ബി പ്രസൻറ്റഡ് ബൈ ആൻ APC ടു ക്ലാസ് 2 MHC ത്രൂ ക്ലാസ് 2 MHC ടു ദ T ഹെൽപ്പർ സെൽ. മനസ്സിലാവുന്നുണ്ടോ? അതായത് സൈറ്റോടോക്സിക് സെല്ലിൽ സാധാരണ രീതിയിൽ ഒറ്റയ്ക്ക് ഫങ്ഷൻസ് നടത്താൻ കഴിയില്ല. സൈറ്റോടോക്സിക് സെല്ലിന് സൈറ്റോടോക്സിക് സെൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ദേ നീഡ് ദ ഹെൽപ്പർ സെൽ സപ്പോർട്ട്. ഹെൽപ്പർ സെല്ലിൽ നിന്നുള്ള ഇൻ്റർലൂക്കിൻ 2 കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് CTL ആയിട്ട് ഡെവലപ്പ് ചെയ്യുള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം കൺഫ്യൂസിംഗ് ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. B7ഉം CD28ഉം സൈറ്റോടോക്സിക് സെല്ലിന് ആവശ്യമുള്ളതല്ല, അത് ഹെൽപ്പർ സെല്ലിന് ആവശ്യമുള്ളതാണ്. ഇവിടെ ആവശ്യമുള്ളത് ഏതാണ്? ഇൻ്റർലൂക്കിൻ 2 റിസപ്റ്ററാണ് കേട്ടോ. ഇവിടെ 2 സിഗ്നലാണ്. ഈ സിഗ്നൽ വേണമെന്നില്ല, കൺഫ്യൂഷൻ ആണ്. എഡിറ്റ് ചെയ്തപ്പോൾ മാറിപ്പോയത്. ഓക്കെ, സോ അഗെയിൻ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. T cells interact with antigen complex, then differentiation, then there will be increase in the process of proliferation and differentiation. Okay, you can see the diagram. ഇവിടെ interleukin 2 വരുന്നു, ഇത് APC വരുന്നു, ആക്ടിവേഷൻ നടക്കുന്നു, then differentiation into effector cells and memory cells. T സെല്ലിൻ്റെ കേസിലും ഈ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇഫക്റ്റർ സെൽസും മെമ്മറി സെൽസും T സെല്ലിൻ്റെ കേസിലും ഡെവലപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ദെൻ മെമ്മറി സെൽ സ്വാഭാവികമായിട്ടും സ്റ്റോർ ചെയ്യപ്പെടും. ഇഫക്റ്റർ സെൽസ് വിൽ സിന്തസൈസ് ദ സ്പെസിഫിക് കെമിക്കൽസ്. ഓക്കെ, okay, you can see that also. ഹെൽപ്പർ സെല്ലിൽ നിന്നാണെങ്കിൽ ഇവിടെ ചെറിയൊരു അഡീഷണൽ പോയിന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. T ഹെൽപ്പർ സെല്ലിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് 2 രീതിയിലുള്ള ഹെൽപ്പർ സെൽസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് TH1 സബ് പോപ്പുലേഷൻ, രണ്ടാമത് TH2 സബ് പോപ്പുലേഷനുമാണ്. ഇതിൽ TH1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേ സെക്രീറ്റ് ഇൻ്റർലൂക്കിൻ 2
ഇൻറ്റർഫെറോൺസ്, ദെൻ TNFs അല്ലെങ്കിൽ ട്യൂമർ നെക്രോസിസ് ഫാക്ടർ. ഇത്രയും സാധനങ്ങൾ സെക്രീറ്റ് ചെയ്യുന്ന, ഇത്രയും കെമിക്കൽ സെക്രീറ്റ് ചെയ്യുന്ന ഹെൽപ്പർ സെല്ലിൻ്റെ പോപ്പുലേഷനാണ് TH1. നിങ്ങൾ നേരത്തെ ഡയഗ്രം കണ്ടപ്പോൾ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവിടെ TH1 ആണ് എന്ത് ചെയ്യുന്നത്, ഇൻ്റർലൂക്കിൻ 2 സെക്രീറ്റ് ചെയ്യുന്നത് അല്ലേ. TH1 എന്നാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ TH1 ആണ് ഇൻ്റർലൂക്കിൻ 2 സെക്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റു ചില കെമിക്കൽ സ്പെസിഫിക്. ഇതിൽ പ്രധാനമായിട്ട് ഈ സെല്ലിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിലാണ്. അതായത് സൈറ്റോടോക്സിക് സെല്ലിൻ്റെ ആക്ടിവേഷനൊക്കെ ചെയ്യുന്നത് ഇയാളാണ്, ടി ഹെൽപ്പർ സെല്ലാണ്. അത് നമ്മളിവിടെ പറഞ്ഞില്ല, ഇൻ്റർലൂക്കിൻ 2. അപ്പോൾ ഈ പോപ്പുലേഷൻ ആക്ടിവേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആക്ടിവേറ്റ് ചെയ്യപ്പെടുള്ളൂ. നമുക്കറിയാം ഇൻ്റർഫെറോൺസും TNF ഒക്കെ എന്താണ്, ഫാഗോസൈറ്റോസിസ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഫാഗോസൈറ്റോസിസിനെ കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കെമിക്കൽസ് ആണ് ഇത്, ഇൻ്റർഫെറോൺസും TNF ഒക്കെ, അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെ കൺട്രോൾ ചെയ്യുന്നത്. അതെല്ലാം എന്തിൽ വരുന്നതാണ്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്. അപ്പോൾ ഈ ടി ഹെൽപ്പർ സെല്ലിൻ്റെ TH1 എന്ന് പറയുന്ന സബ് പോപ്പുലേഷൻ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എഫിഷ്യൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ദെൻ ഇവിടുത്തെ എടുത്താൽ TH2 എടുത്താൽ ദേ ആർ ഇൻവോൾവ് ഇൻ ഹ്യൂമറൽ റെസ്പോൺസ്, എന്ന് വെച്ചാൽ ദേ ആർ ഇൻവോൾവ് ഇൻ ദ ബി സെൽ ആക്ടിവേഷൻ. ഓക്കെ, അതിൽ വരുന്ന പ്രധാനപ്പെട്ട സൈറ്റോകൈൻസ് ആണ് ഇൻ്റർലൂക്കിൻ 4, 5, 6 and 10. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് TH2 സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ TH1 സെക്രീറ്റ് ചെയ്യുന്ന ഇൻ്റർലൂക്കിൻ 2 ആണ് ഏറ്റവും ഓർത്തിരിക്കേണ്ടത്. ദേ ആർ അസോസിയേറ്റഡ് വിത്ത് ആക്ടിവേഷൻ ഓഫ് സൈറ്റോടോക്സിക് സെൽ ആൻഡ് ഓൾസോ അതർ സെൽ മീഡിയേറ്റഡ് റെസ്പോൺസസ്. അതേസമയം TH2 ആണെങ്കിൽ ദേ ആർ അസോസിയേറ്റഡ് വിത്ത് ഹ്യൂമറൽ റെസ്പോൺസ്, എസ്പെഷ്യലി ആൻറ്റിബോഡി പ്രൊഡക്ഷൻ, ബി സെൽ ആക്ടിവേഷൻ. ദ കെമിക്കൽസ് അസോസിയേറ്റഡ് ആർ 4, 5, 6 and 10. ഫൈൻ, ക്ലിയർ അല്ലേ? ദെൻ സൈറ്റോടോക്സിക് സെല്ലിൻ്റെ കേസ് നമുക്കറിയാം, ദേ അണ്ടർഗോ ആക്ടിവേഷൻ ടു പ്രൊഡ്യൂസ് സൈറ്റോടോക്സിക് T cells or cytotoxic T lymphocytes. Okay, they secrete chemicals like perforins and granzymes. Also TNF, interferons ഈ സാധനങ്ങളും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. And they will destroy the target cell. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ